ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരം ചേമ്പിലെ തണ്ടുമാണ്. അത് വെച്ചൊരു തോരൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളത് ചേമ്പിൻ്റെ അത് പരിചയപ്പെടുത്താം. ഇതാണ് ചേമ്പല. ഇതെന്ന് പറയുന്നത് ഒരു തോരൻ വെക്കുന്ന ഒരു ചേമ്പലയാണിത്. ചേമ്പില്ല, അതിനകത്ത് ചേമ്പലയാണ്, അതിൻ്റെ തണ്ടുമാണ്. ഈ തണ്ട് നമ്മൾ കൊത്തി ഇത് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ട് ഈ തണ്ട് വാഷ് ചെയ്തിട്ട് ഇത് കൊത്തിയിടണം. ഞാൻ അത് കാണിക്കാം. അത് ഈ സൈസാണ്. അതിൻ്റെ തണ്ടെന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഞാൻ ഓരോരുത്തർ കൊണ്ടുവന്നെയാണ് നടാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ തോരൻ വെച്ച് കഴിച്ച് ഇതുപോലെ ഇരിക്കും. ഇതിനകത്ത് വിത്തുകൾ ഉണ്ടാവത്തില്ല. ഇതുപോലെ ഇരിക്കും. ഇത് ഇങ്ങനെ നമ്മൾ ഒരെണ്ണം നട്ടാൽ മതി. ഇങ്ങനെ അതിൽ നിന്ന് പൊട്ടി പൊട്ടി കിളിച്ച് വരും. പറയുന്നത് തോരൻ വെക്കാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടും ഈ ഇലയാണ് നമ്മൾ തോരൻ വെക്കുന്നത്. ഇത് ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ട് പിടിപ്പിക്കേണ്ടത്. ഗ്രോ ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടേ ഇതുപോലെ ഓരോന്ന് പൊട്ടി കിളിച്ച് വരും. ഇതിൻ്റെ തണ്ടുകൾ അടുത്തടുത്ത് നടുക. പക്ഷെ വിത്തുകൾ മാത്രം ഉണ്ടാകത്തില്ല. തോരൻ വെക്കാൻ മാത്രം ഉപയോഗിക്കുന്നത് ഒരു ചേമ്പലയാണിത്. ചേമ്പല നല്ല രുചിയാണ് ഇതിൽ വെക്കുന്നത്. ഇനി നമുക്ക് തോരൻ വെക്കാം. ഇത് ഞാൻ കഴുകിയിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ചെത്തിക്കളയാം. ഇതിൻ്റെ ഒന്നും ചെത്താനില്ലെന്ന് അവർ പറഞ്ഞത്. കൊത്തി അരിഞ്ഞാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. കഴുകിയിട്ട് ഒന്ന് കൊത്തി അരിയുക. നമുക്കൊന്ന് കൊത്തി അരിയാൻ കൊത്തി അരിയാം. ഒന്ന് ആവി വന്നാൽ മാത്രം മതി. ചേമ്പലയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് എല്ലാം ഇങ്ങനെ മടക്കി വെക്കാം. നമുക്ക് എളുപ്പത്തിന് ഇത് നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് കൊത്തണം. ഇങ്ങനെ നമുക്ക് കൊത്തി അരിയാണ്. ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയണം. ചെറിയ ഇലയായിട്ട് വരും. നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്, ചേമ്പല തോരന്. സാധാരണ നാടൻ ചേമ്പിൻ്റെ ഇലയൊന്നും പറ്റത്തില്ല. അത് തണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് തോരൻ വെക്കുന്ന സൈസിൻ്റെ ഇലയും തണ്ടും തോരൻ വെക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ്. നമ്മൾ അങ്ങനെ ചേമ്പലയും ചേമ്പിൻ്റെ തണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനായിട്ട് ചേരുവകൾ ചേർന്ന് നോക്കാം. നമുക്ക് ഇല്ലാണ്ട് തേങ്ങ ഒരു പിടി തേങ്ങയാണ് ഇതുള്ളത്. കൈക്കിങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി തേങ്ങ, പിന്നെ 2 പച്ചമുളക്, 3-4 കൂട്ട വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളി, പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കതൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് കല്ലിലിട്ടൊന്ന് ചതയ്ക്കാം. ഞാൻ ചതച്ചെടുത്തോണ്ട് വരാം. നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം എടുത്തത് ചതച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു പാനിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പാനിൽ ചൂടാവണം. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കടുക് ഒന്ന് താളിച്ചാൽ മതി. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. എന്നിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അല്പം കടുക് വന്നിട്ട് കൊടുക്കാം. കടുകൊക്കെ നമ്മൾ കുഴച്ച് ഉപയോഗിക്കുന്നത് നല്ലത്. കടുക് സാധനം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമാണ്. വെളിച്ചെണ്ണയും കടുകാകുമ്പം കൊളസ്ട്രോൾ ഒരുപാടുണ്ടാവും. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ നോക്കാം. അതിനകത്തോട്ട് നമുക്ക് അല്പം കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമുക്ക് ഞാൻ ആദ്യം കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അല്പം കൊച്ചുള്ളി ഇടാം. ഒന്ന് വഴറ്റണം. ഒന്ന് ചെറിയതൊന്ന് വഴണ്ട് വരണം. നമുക്ക് അതിനകത്തോട്ട് ഈ കരിയാപ്പിലയും കൂടെ ഇടാം. കരിയാപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ വറ്റൽമുളക് ഇടാം. ഒന്ന് വഴണ്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ആയാൽ മതി. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിൻ്റെ ചേമ്പലയില്ലേ, നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ടാം.
അങ്ങോട്ടൊന്ന് ഒരു എണ്ണയ്ക്കകത്തോടെ ഒന്ന് വഴങ്ങണം, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയെല്ലാം ഒന്ന് പിടിക്കണം അതിനകത്ത് കിടന്ന്. നമുക്കൊന്ന് ഇളക്കാം, ഒന്ന് മിക്സാക്കാം എണ്ണയ്ക്കകത്തിട്ട്. നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് ഒരു ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കണം, ഒന്ന് ഇളക്കണം കേട്ടോ. നമുക്ക് അതിനകത്തോട്ട് അല്പം ഉപ്പിടാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പാകത്തിനിടാം. ഇപ്പം ഞാൻ അല്പം ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പിടാം. ഇളക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഈ അരപ്പ് നമുക്ക് ഇങ്ങോട്ട് തട്ടാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. അല്ലാതെ ഇലയല്ലേ, ആവി കൊണ്ട് തന്നെ വേവണം. ഒരു തുള്ളി വെള്ളം കൂടി ചേർക്കാൻ പാടില്ല. പെട്ടെന്ന് ഒന്ന് ആവി വന്നാൽ മാത്രം മതി. ഒന്ന് ഇളക്കി ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊന്ന് കൂട്ടി വെക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി വരട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. തോരൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് ചേമ്പ് ചീരനാന്ന് പറയുന്നത്. ഷുഗറുകാർക്ക് ഏറ്റവും നല്ല ചീരയാണിത്. ചേമ്പ് ചീര എന്ന് പറയുന്നത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടോ നോക്കാം. ഈ ഇലവർഗ്ഗങ്ങൾ നമ്മൾ തോരൻ വയ്ക്കുക, കറി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ഉപ്പ് തീരെ കുറച്ച് മതി. ഇലവർഗ്ഗങ്ങൾക്കൊക്കെ നോക്കാം. ഉപ്പ് കറക്റ്റാണ്. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണൊക്കെയും ഉപ്പ് കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചീരയാണിത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഏറ്റവും അത്യുത്തമമാണ്. ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് ഈ ചീര. നിങ്ങളിതൊക്കെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് കമൻസൊക്കെ ഞാൻ അയക്കണം. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.